കുരിശു യാത്രയിൽ അവൾ അവനോടൊപ്പം ഉണ്ടായിരുന്നു. കുഞ്ഞെ, നീ അനാഥനല്ലെന്ന് ആ യാത്രയിൽ അവൾ മൊഴിഞ്ഞു. നിന്റെ കുരിശു യാത്രയിലും അവൾ വരും. കുഞ്ഞെ, നീ അനാഥയല്ലെന്ന് അവൾ നിന്നോടും പറയും. എല്ലാ മരിയഭക്തർക്കും മാതൃപാദയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ, സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് നീ സമ്പൂർണ്ണ ജപമാല ചൊല്ലുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ മെയ് മാസ പുണ്യത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളിൽ എത്ര പേര് സമ്പൂർണ്ണ ജപമാല ചൊല്ലുന്നുണ്ട്? പരിശുദ്ധ അമ്മേനോട് ചോദിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. പരിശുദ്ധ അമ്മ പറയാ, അമ്മയുടെ മക്കളൊക്കെയാണ് നിങ്ങൾ, അതൊക്കെ ശരിയാണ്. എന്നിട്ട് അമ്മ എന്നോട് പറയാ, സ്റ്റാഴ്സ നീ ഇന്ന് മുതൽ സമ്പൂർണ്ണ ജപമാല ചൊല്ലണം. പരിശുദ്ധ അമ്മ പറഞ്ഞു, പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് 1 മണിക്കൂർ സമയം എടുത്തിട്ട് നീ സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ തയ്യാറാണോ? പരിശുദ്ധ അമ്മയോട് കൂടെ സമ്പൂർണ്ണ ജപമാല നീ ചൊല്ലിക്കഴിയുമ്പോഴാണ് നീ സ്വർഗത്തിൻ്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമായിട്ട് മാറുക എന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്താൻ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ മാതൃപാത എന്ന് പറയുന്ന പ്രോഗ്രാം ഈ ദിവസങ്ങളിൽ തീരും. 31-ാം തീയതി കഴിഞ്ഞാൽ അത് തീരും. പക്ഷേ പരിശുദ്ധ അമ്മ നമ്മളോട് പറയാണ്, നിനക്ക് പരിശുദ്ധ അമ്മയുടെ നല്ല സാന്നിധ്യം കിട്ടണമെങ്കിൽ, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കഞ്ചിക്കോട് റാണി ചേച്ചിയായിട്ട് സംസാരിക്കുമ്പോൾ റാണി ചേച്ചി പറയുന്ന കാര്യമുണ്ട്. എൻ്റെ അച്ഛാ, ഞാൻ ഈ സമ്പൂർണ്ണ ജപമാല ചൊല്ലുമ്പോഴാണ് എനിക്ക് അമ്മയുടെ പ്രസൻസ് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. പരിശുദ്ധ അമ്മേനെ കൂടുതൽ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈശോയുടെ തിരുശരീരത്തിൻ്റെ തിരുരക്തത്തിൻ്റെ ഒക്കെ അഭിഷേകം കിട്ടുന്നത് സമ്പൂർണ്ണ ജപമാല ഞാൻ ചൊല്ലുമ്പോഴാണെന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ലൂയി മോണ്ട്ഫോർട്ടിൻ്റെ ഒരു നല്ല പുസ്തകമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കേണ്ട പുസ്തകം എന്ന് പറയുന്നത് ലൂയി മോണ്ട്ഫോർട്ടിൻ്റെ ഈ പരിശുദ്ധ അമ്മയുടെ കിരീടത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. അതിൽ ലൂയി മോണ്ട്ഫോർട്ട് പറയാണ്, പരിശുദ്ധ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നീ സമ്പൂർണ്ണ ജപമാല ചൊല്ലണം. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അതിൽ നമ്മൾ റോസറി എന്നാണ് പറയുക. പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ് റോസറി. ഈ റോസറി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? അത് പൂക്കൾ എന്നാണ് പറയുന്നത്, പൂക്കളുടെ സമാഹാരം. റോസറി എന്നാൽ റോസാപ്പൂക്കളുടെ കിരീടം എന്നാണ് അർത്ഥം പറയുന്നത്. അത് പരിശുദ്ധ അമ്മയ്ക്ക് ഇഷ്ടമാണ് പറയുന്നത്. റോസാപ്പൂ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ പൂക്കളുടെയും രാജ്ഞിയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, നീ സമ്പൂർണ്ണ ജപമാല എന്ന് പറഞ്ഞാൽ 203 നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോൾ 203 വെള്ളപ്പൂക്കളാണ് നീ എനിക്ക് സമർപ്പിക്കുന്നത്. 21 ചുവന്ന പൂക്കളാണ് നീ സമർപ്പിക്കുന്നത്. 21 ചുവന്ന പൂക്കളും 203 വെള്ളപ്പൂക്കളും ചേർന്നിട്ടുള്ള ഒരു സമ്പൂർണ്ണ ജപമാല നീ ചൊല്ലുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നീ ഇന്നോളം അറിയാത്ത ആനന്ദത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നേ എന്ന് പറയാം. എന്നിട്ട് ലൂയി മോണ്ട്ഫോർട്ടിനോട് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഈ 203 റോസപ്പൂ നീ ചെയ്യുമ്പോൾ അത് അമ്മയ്ക്ക് കിരീടം ചാർത്തി അമ്മയുടെ മക്കളായിട്ട് മാറുകയാണ് ചെയ്യാന്നത്. അതങ്ങനെ പറഞ്ഞ് നോക്കുമ്പോൾ അതിൽ വചനങ്ങളെടുത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധരുടെ ജീവിതത്തിലെടുത്ത് നോക്കുമ്പോൾ അതിലൊരു നല്ല വിശുദ്ധനെ പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ്. അത് വിശുദ്ധ അൽഫോൺസ് റോഡ്രിഗസ് എന്ന് പറഞ്ഞ വിശുദ്ധനാണ്.
വിശുദ്ധ അൽഫോൺസ് റോഡ്രിഗസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അൽഫോൺസ് റോഡ്രിഗസ് ഇങ്ങനെ നന്മ നിറഞ്ഞവരെയും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യന് കിട്ടുന്ന കൃപ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് റോസപ്പൂ വീഴുന്നത് കാണും. നന്മ നിറഞ്ഞവരെയും ചെല്ലുമ്പോൾ ഒരു റോസപ്പൂ ഇങ്ങനെ നിലത്ത് വീഴും. ഒരു സ്വർഗസ്ഥനാപിത വെല്ലുമ്പോൾ ചോന്ന ഒരു റോസപ്പൂ വീഴും. അങ്ങനെ 203 ഇത്രയും റോസാപ്പൂ ആവുമ്പോൾ മാലാഖമാര് വന്ന് ഈ റോസാപ്പൂക്കൾ എടുത്ത് ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഇങ്ങനെ മാല ചാർത്തുന്നത് ഈ വിശുദ്ധനായിട്ടുള്ള അൽഫോൺസ് റോഡ്രിഗസ് സ്ഥിരമായിട്ട് കാണുമായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു വിശുദ്ധനെ കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ ദിനവൃത്താന്തത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു യുവ സന്യാസി അദ്ദേഹത്തിന്റെ ആ മഠത്തില് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സമ്പൂർണ്ണ ജപമാല ചൊല്ലും. പക്ഷെ ഒരു ദിവസം സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ പറ്റിയില്ല, തിരക്ക് കാരണം പറ്റിയില്ല. പക്ഷേ ഈ മനുഷ്യൻ ഭക്ഷണത്തിൽ ഇരിക്കാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുപ്പീരിയറോട് പറഞ്ഞു, ഞാൻ സമ്പൂർണ്ണ ജപമാല ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടി പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയിട്ട് ജപമാല ചൊല്ലുക. പക്ഷെ മണിക്കൂർ കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ കാണുന്നില്ല. അപ്പൊ ഈ സുപ്പീരിയർ അച്ഛൻ മറ്റൊരു സന്യാസിനെ കൊണ്ട് പറഞ്ഞു വിടുന്ന സമയത്ത് കാണുന്നത് ഇങ്ങനെയാണ്: ഈ മനുഷ്യന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഈ സന്യാസിയുടെ അടുത്ത് ഈ സമ്പൂർണ്ണ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ ഇങ്ങനെ ഏറ്റവും കൃപയുടെ അടയാളമായിട്ട് നിൽക്കുകയാണ്. 2 മാലാഖമാര് ഇവരെ ചേർത്ത് വെക്കണ ഒരു അഭിഷേകത്തിന്റെ സ്വർഗീയ കാഴ്ച കാണുകയാണ് ചെയ്യുന്നതെന്ന് പറയും. അതിനുശേഷം വിശുദ്ധ ഫ്രാൻസിസ് പറയാണ്, പരിശുദ്ധ അമ്മയുടെ സമ്പൂർണ്ണ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൺമുമ്പിൽ നീ അത്ഭുതങ്ങൾ കാണും. ഇപ്പൊ സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കാം. ഇന്ന് ഈ ദിവസങ്ങളൊന്നും വലിയ ടോക്കുകളിലേക്കൊന്നും പോകണ്ട. കുഞ്ഞു കാര്യങ്ങൾ പരിശുദ്ധ അമ്മ പറയണത് നെഞ്ചിലേറ്റാം. അതിലൊരു വലിയ കാര്യം ഇപ്രകാരമാണ്: നീ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ തീരുമാനിക്കുക. പിന്നെ മുതൽ പ്രാർത്ഥിക്കുക. 53 മണി ജപം ചൊല്ലുന്നുണ്ടവരാണ് നമ്മൾ. പക്ഷേ ഇന്ന് മുതൽ നീ ഈ സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ സ്നേഹിതരെ, ഞാൻ കണ്ടൊരു കാഴ്ച ഇങ്ങനെയാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞു 33 ദിവസം നീ സമ്പൂർണ്ണ ജപമാല ചൊല്ലണം. ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കാണ്. എനിക്ക് കണ്ണ് വയ്യ, എന്താ പറയുക, സ്വരമില്ല, ഇതൊക്കെയാണ്. പക്ഷേ ഞാൻ സ്നേഹമുള്ളവരെ സത്യം നിങ്ങളോട് പറയാം, ഈ വിശുദ്ധന് കാണുന്നത് പോലെ നമ്മൾ ഈ നന്മ നിറഞ്ഞവരെയും ചൊല്ലുമ്പോൾ സ്നേഹിതരെ, റോസാപ്പൂക്കൾ ഇങ്ങനെ നമ്മുടെ അതിരത്തിൽ നിന്ന് വരുന്നത് നമ്മൾ കാണുകയാണ്. നമ്മുടെ മുറി മുഴുവൻ ഇങ്ങനെ റോസാപ്പൂവിൻ്റെ സുഗന്ധം നിറയുന്നത് ഇങ്ങനെ കാണുകയാണ്. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കാണുകയാണ്. സുഗന്ധം കൊണ്ട് ഇങ്ങനെ നിറയുന്നത്, നമ്മൾ പറയില്ലേ, ഒരു ഡിവൈൻ ഫ്രാഗ്രൻസ് കൊണ്ട് നിറയുന്നത് നമ്മൾ അനുഭവിക്കാൻ. അപ്പം നമുക്ക് ഈ ഒരു ശുശ്രൂഷയിലുള്ള മക്കൾ പ്രാർത്ഥിച്ചോ: സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനിയായ പരിശുദ്ധ അമ്മയെ കാണാൻ, അമ്മയുടെ സൗരഭ്യം അനുഭവിക്കാൻ സമ്പൂർണ്ണ ജപമാലയ്ക്ക് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കാം. നമുക്ക് ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സംഭവം: ലില്ലിയൻ റോത്ത് ഒരു യഹൂദ വനിതയായിരുന്നു. അമേരിക്കയിലെ ഭൂനപ്രസിദ്ധ സിനിമാ വ്യവസായ കേന്ദ്രമായ ഹോളിവുഡിലെ പ്രശസ്ത നടി. അവൾ വളരെ അസന്മാർഗിക ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഒന്നിനു പിറകെ ഒന്നായി 5 വിവാഹങ്ങൾ അവൾ നടത്തി. അവസാനം ഒരു കത്തോലിക്കനുമായിട്ടാണ് അവൾ വിവാഹിതയായത്. വിവാഹാനന്തരം മധുവിധു ആഘോഷിക്കുന്നതിനായി അവർ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്കാണ് പോയത്. 1947 BBC റേഡിയോ നിലയത്തിൽ നിന്നും ഒരു പ്രക്ഷേപണത്തിൽ ഫാത്തിമ ദർശനങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഉണ്ടായിരുന്നു. റോത്ത് ഇത് കേട്ടിട്ട് അവളുടെ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് ഒരു കത്തോലിക്കയാകണം. ഉടനെ ഭർത്താവ് പ്രതിവചിച്ചു: നിന്നെ പോലുള്ളവരുടെ സങ്കേതമല്ല കത്തോലിക്ക സഭ. അവിടെ കുറച്ച് മാന്യമായി ജീവിക്കുന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. ഒരു ദിവസം റോത്ത് അടുത്തുള്ള കത്തോലിക്ക ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികനോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു: അവളെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കണമെന്ന്. എന്നാൽ അവളുടെ മാനസാന്തരം യഥാർത്ഥത്തിലുള്ളതാണോ എന്നറിയാതെ സ്വീകരിക്കുവാൻ നിർവാഹമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്രകാരം സംഭവിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ശ്വശുരൻ അവൾക്കൊരു ജപമാല സമ്മാനമായി കൊടുത്തു. അവൾ ഒരു യഹൂദയായിരുന്നെങ്കിലും ജപമാല പഠിച്ച് ജപിക്കുവാൻ തുടങ്ങി. പിന്നീട് ഫുൾട്ടൺ ജെ ഷീൻ സൈൻ എന്ന മാസികയിൽ അനുദപിക്കുന്ന പാപികളോടും സഭയുമായി ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അക്കത്തോലിക്കരോടും വൈദികർ കാരുണ്യപൂർവ്വം പെരുമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ ഒരു ലേഖനം അവൾ വായിച്ചു. അതുമായി അവൾ വീണ്ടും വൈദികനെ സമീപിച്ചു. അവളുടെ മാനസാന്തരം യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവളെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ചു. പിന്നീട് അവൾ എഴുതിയ ഞാൻ നാളെ കരയും,
എന്ന അവളുടെ സ്വയംകൃത ജീവിത ചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ കവാടമായ കത്തോലിക്ക സഭയെ തുറക്കുവാൻ ഞാൻ ഉപയോഗിച്ച എൻ്റെ ചെറിയ താക്കോൽ ജപമാലയാണ്. ഇപ്രകാരം എത്രയെത്ര സംഭവങ്ങൾ തിരുസഭാ ചരിത്ര പക്ഷങ്ങളിൽ കാണുവാൻ സാധിക്കും. പ്രാർത്ഥന. അമലമനോഹരിയായ മരിയാമ്പികെ, അങ്ങ് വിശുദ്ധിയുടെ നികേതനമാണ്. എങ്കിലും നീ പാപികളോട് വളരെ കാരുണ്യപൂർവ്വമാണ് വർത്തിക്കുന്നത്. നാഥേ, ഇന്ന് ലോകത്തിൽ പാപം വളരെ വർദ്ധിച്ചു വരുന്നു. പാപബോധവും സത്യത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യരിൽ കുറഞ്ഞു വരുന്നു. അങ്ങേ പാപികളെ നിരന്തരം മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപികളായ ഞങ്ങൾ പാപത്തെ പരിത്യജിച്ചു നിർമ്മല ജീവിതം നയിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. അപ്രകാരം ഈശോയ്ക്കും അങ്ങേക്കും പ്രിയങ്കരരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ. ആമേ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേകൈശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.
ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സുഹൃത ജപം. വരപ്രസാദ പൂർണ്ണയായ മാതാവേ, ദേവര പ്രസാദത്തിന്റെ ചാലുകൾ ഞങ്ങളിലേക്ക് നീ ഒഴുക്കണമേ. മെയ് മാസപ്പൂവേൻ സ്വർഗം ചാർത്തിയൊരഴകേ,